അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 11 മുതൽ 20 വരെയുള്ള പാഠങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് റിവിഷൻ മോഡൽ ഒന്ന് നോക്കാം. ഒന്നാമത് ആലിമു ഖുറൈശ് എന്നാണ് 11ാമത്തെ പാഠം. അപ്പോൾ ഷാഫിഈ ഇമാമിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ലാ തസുബു ഖുറൈശൻ ഫ ഇന്ന മആലിമഹ യംലഉൽ അർള ഇൽമ. ഇതെന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ലാ തസുബു ഖുറൈശൻ ഫ ഇന്ന ആലിമഹ യംലഉൽ അർള ഇൽമൻ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഖുറൈശികളെ ആക്ഷേപിക്കരുത്, അവർ ലോകമാകെ അറിവ് നിറക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞ ഈ പണ്ഡിതൻ ആരാണ്? അപ്പോൾ നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്. എന്താ അതിന് കാരണം? അവർ ലോകമാരെ അറിവ് നിറക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുതെന്ന്. ഇനി ഈ ഹദീസ് വ്യാഖ്യാതാക്കൾ പറഞ്ഞു അത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അറിവ് ലോകം മുഴുവൻ അറിവ് നിറക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അതാരെക്കുറിച്ചാണെന്ന് ഹദീസ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത്? മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇദ്രീസ് ഫാത്തിമ ദമ്പതികളുടെ മകനായി ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഭൂജാതനായി. അപ്പോൾ ഷാഫി ഇമാമിൻ്റെ ഉപ്പാൻ്റെ പേര് ഇദ്രീസ്, ഉമ്മാൻ്റെ പേര് ഫാത്തിമ. ഹിജ്റ എത്രയിലാണ് ജനിച്ചത്? ഹിജ്റ 150 ജനിച്ചത്. എവിടെ ജനിച്ചത്? ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ: ആരുടെ മകനാണ്? ഉമ്മാൻ്റെ പേരെന്താണ്? ഹിജ്റ എത്രയ്ക്കാണ് ജനിച്ചത്? എവിടെയാണ് ജനിച്ചത്? അതിനൊക്കെയുള്ള ആൻസർ ഇപ്പോൾ ഇവിടെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് എന്താ? അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി മാതാവ് പരിശുദ്ധ മക്കയിൽ വരികയും അവിടെ താമസമാക്കുകയും ചെയ്തു. അപ്പോൾ 2ാമത്തെ വയസ്സിൽ ഗസയിൽ നിന്നും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് വന്നു ഉമ്മ. എത്രാമത്തെ വയസ്സിലാണ്? ഷാഫി ഇമാമിൻ്റെ 2ാമത്തെ വയസ്സിൽ. 7ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി. 7ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തു? മനഃപ്പാടമാക്കി. 10ാം വയസ്സിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന കിതാബ് മനഃപ്പാടമാക്കി. 10ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം മനഃപ്പാടമാക്കി. 13ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോയി. എത്രാമത്തെ വയസ്സിലാണ്? 13ാമത്തെ വയസ്സിൽ. അപ്പോൾ ഓരോ വയസ്സുകളും എന്ത് വേണം? ഓർമ്മ വേണം. 2ാം വയസ്സിലാണ് എവിടേക്ക് പോണത്? മക്കയിലേക്ക് പോണത്. ഗസയിൽ നിന്ന് മക്കയിലേക്ക് പോണത്. 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി. 10ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം മനഃപ്പാടമാക്കി. 13ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി എവിടേക്ക് പോയി? മദീനയിലേക്ക് പോയി. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് ഇതൊക്കെ നടന്നതെന്നാണ് ചോദിക്കുക. ഷാഫി ഇമാം എത്രാമത്തെ വയസ്സിലാണ് ഖുർആൻ ഹിഫ്ളാക്കിയത്? എത്രാമത്തെ വയസ്സിലാണ് മക്കയിലേക്ക് ഉമ്മ മക്കയിലേക്ക് പോയത്? ഷാഫി ഇമാമിനെയും കൂട്ടി പോയത് എത്രാമത്തെ വയസ്സിലാണ്? അതുപോലെ എത്രാമത്തെ വയസ്സിലാണ് മുവത്ത മനഃപ്പാടമാക്കിയത്? എത്രാമത്തെ വയസ്സിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത്. ഇനി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കഠിനമായ ദാരിദ്ര്യത്തിലൂടെയായിരുന്നു ജീവിച്ചത്. എത്രത്തോളം വെച്ചാൽ പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള ക്യാഷ് പോലും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതി അദ്ദേഹം ഹദീസ് മനഃപ്പാടമാക്കുമായിരുന്നു. എങ്ങനെയാണ് ഹദീസ് മനഃപ്പാടമാക്കിയത്? വലത് കൈയിൻ്റെ വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതിയിട്ട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസ് മനഃപ്പാടമാക്കിയിരുന്നത്. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസ് മനഃപ്പാടമാക്കിയിരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതിയിട്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ മനഃപ്പാടമാക്കിയിരുന്നത്. പിന്നെ 15ാം വയസ്സിൽ അദ്ദേഹത്തിന് ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിച്ചു. അപ്പോൾ ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിച്ച എത്രാമത്തെ വയസ്സിലാണ്? 15ാമത്തെ വയസ്സിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിക്കുന്നത്. ഇനി എവിടൊക്കെ പോയിട്ട് അറിവ് പഠിച്ചത്? മക്ക, മദീന, യമന്, ഇറാഖ് ഈ നാടുകളൊക്കെ പോയിട്ട് ബഹുമാനപ്പെട്ടവർ അറിവ് പഠിച്ചു. മക്ക, മദീന, യമന്, ഇറാഖ് അവിടെയൊക്കെ ചെന്നിട്ട് അറിവ് പഠിച്ചു. ഏതെല്ലാം വിഷയത്തിലാണ് അവഗാഹം നേടിയത്? അതാണ് പറഞ്ഞത്. ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ്, വ്യാകരണം, കവിത, സാഹിത്യം, അമ്പെയ്ത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? നിരവധി മേഖലകൾ അദ്ദേഹം ആഴമേറിയ അറിവ് നേടിയിട്ടുണ്ട്. നല്ല അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ. ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ്, വ്യാകരണം, കവിത, സാഹിത്യം, അമ്പെയ്ത്ത്. പിന്നെ ഇവിടെ പറയുന്നു 200ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു. ഷാഫി ഇമാം എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു? 200ഓളം ഗ്രന്ഥങ്ങൾ ഷാഫി ഇമാം രചിച്ചിട്ടുണ്ട്. പിന്നെ
ഒരിക്കൽ സൊന്നായിൽ നിന്ന് പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം 16,000 ദിർഹം ഉണ്ടായിരുന്നു. അത് സ്വതക്ക ചെയ്യാൻ വേണ്ടി മക്കയിൽ ഒരു ടെൻറ്റ് കെട്ടി അതെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ എവിടെ നിന്ന് വരുമ്പോൾ ആ കയ്യിൽ 16,000 ദിർഹം ഉള്ളത്? സൊന്നായിൽ നിന്ന് വരുന്ന സമയത്താണ്. സൊന്നായിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോഴാണ് എത്ര ഉള്ളത്? 16,000 ദിർഹം. എത്ര ദിർഹമ? 16,000 ദിർഹം. അത് മുഴുവൻ എന്താ ചെയ്തത്? മക്കയിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് എന്ത് ചെയ്തു? പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തു. ആ 16,000 ദിർഹം എന്ത് ചെയ്തു? മക്കയിൽ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അത് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്തു. പിന്നെ എല്ലാ ദിവസവും ഒരു ഖത്മ്, റമദാനിൽ 2 ഖത്മ് വീതവും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷാഫി ഇമാം റമദാനിൽ എത്ര ഖത്മ് തീർത്തിരുന്നു? 2. അല്ലാത്ത ദിവസങ്ങളിലോ 1 ഖത്മ്. എല്ലാ ദിവസവും ഓരോ ഖത്മും, പിന്നെ റമദാനിലാണെങ്കിൽ 2 ഖത്മ് വീതവും ഖത്മ് തീർത്തിരുന്നു. പിന്നെ ശിഷ്യനായ റബീഉ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രിയെ 3 ഭാഗമാക്കി. ഒരു ഭാഗം അറിവ് പഠിക്കുന്നതിനും, ഒരു ഭാഗം നിസ്കാരത്തിനും, ഒരു ഭാഗം ഉറങ്ങുന്നതിനും. റബീഉ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രിയെ 3 ഭാഗമാക്കി. ഒരു ഭാഗം അറിവ് പഠിക്കാനും, മറ്റൊരു ഭാഗം നിസ്കരിക്കാനും, മറ്റൊരു ഭാഗം ഉറങ്ങാൻ. വളരെ സിമ്പിളാണ്. രാത്രിയെ 3 ഭാഗമാക്കിയത്, ഒരു ഭാഗം അറിവ് പഠിക്കാൻ, ഒരു ഭാഗം നിസ്കരിക്കാൻ, ഒരു ഭാഗം ഉറങ്ങാൻ. പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരാണ് പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം റബീഉ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഇമാം യൂസുഫുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഇസ്മായിലിൻ മുസ്നി റളിയല്ലാഹു അൻഹു എന്നിവരിൽ അവരിൽ ചിലരാണ്. അപ്പോൾ ഇത്രയും ശിഷ്യന്മാരുണ്ട്. ആർക്ക്? ഈ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ഈ പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാഫി ഇമാമിനെ കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അങ്ങനെ ചോദ്യം വന്നാൽ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചോദ്യം വേറൊരു രൂപത്തിൽ പറയുകയാണ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് ആരാണ് പറഞ്ഞത്? അപ്പോൾ ആൻസർ എന്താ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇനി ഹിജ്റ 199 അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. എത്രയില്ല? ഹിജ്റ 199 ഈജിപ്തിലേക്ക് പോവുകയാണ്. പിന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ അദ്ദേഹം ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. അപ്പോൾ എന്താണ് ഷാഫി മദ്ഹബ്? ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. റെഡിയല്ലേ? ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. ഇനി എവിടൊക്കെയാണ് അതുള്ളത്? ഹിജാസ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ, ജോർദാൻ, ഫലസ്തീൻ, ഫിലിപ്പീൻ, സൊമാലിയ, യമൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ ജനങ്ങൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഷാഫി മദ്ഹബുള്ള പ്രദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഹിജാസ്, ഈജിപ്ത്, ഇന്തോനേഷ്യ അതൊക്കെ കാണാതെ പഠിക്കണം. പിന്നെ ഹിജ്റ 204 അസൂയാലുക്കളുടെ അടിയേറ്റ് അദ്ദേഹം രോഗബാധിതനാവുകയും ആ വർഷം റജബ് മാസ അവസാനം വെള്ളിയാഴ്ച രാവിലെ വഫാത്താവുകയും ചെയ്തു. ഹിജ്റ 204 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 204 എന്താ കാരണം? അസൂയാലുക്കളുടെ അടിയേറ്റിട്ടാണ് അദ്ദേഹം രോഗബാധിതനായത്. ആ വർഷം തന്നെ റജബ് മാസ അവസാനം എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ടവർ വെള്ളിയാഴ്ച രാവിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. അന്ന് അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്ര വയസ്സുണ്ട്? 54 വയസ്സുണ്ട്. ഈജിപ്തിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്ബറയുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്ബറ എവിടെയാണുള്ളത്? ആൻസർ ഈജിപ്തിൽ. ആലിം ഖുറൈശി യംലൗ തിബാഖൽ അർളി ഇൽമ, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെ വിജ്ഞാനം കൊണ്ട് നിറക്കും. അതെന്തെങ്കിലും കാണാതെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൽ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാവും. അത് യൂട്യൂബിലൊക്കെ സ്ലോ ആക്കിയിട്ട് കേൾക്കുക. ഇൻഷാ അല്ലാഹ്. ഇനി ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു വിവരണം. ജനനം ഫലസ്തീനിലെ ഗസ, ഹിജ്റ 150 വഫാത്ത് ഹിജ്റ 204 റജബ് മാസാവസാനം വെള്ളിയാഴ്ച രാവിലെ, വയസ്സ് 54. 2-ാം വയസ്സിൽ മക്കയിലേക്ക് വന്നു. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി. 10-ാം വയസ്സിൽ മുവത്ത് മനഃപ്പാടമാക്കി. 13-ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ മദീനയിൽ പോയി. 15-ാം വയസ്സിൽ ഫത്വ നൽകാനുള്ള അനുവാദമുണ്ടായി. പിതാവ് ഇദ്രീസ്, മാതാവ് ഫാത്തിമ, ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാരാരൊക്കെയാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം റബീഉ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഇമാം യൂസുഫുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഇസ്മായിലിൻ മുസ്നി റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബുള്ള രാജ്യങ്ങൾ ഹിജാസ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ, ജോർദാൻ, ഫലസ്തീൻ, ഫിലിപ്പീൻ, സൊമാലിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ. ഇനി 12-ാമത്തെ പാഠം വഅഫു അന്നാ വഗ്ഫിർ ലനാ. ആ പാഠത്തിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ്
ക്ലിയറായിട്ട് ക്ലാസ് എടുത്തത് നോക്കിയാൽ മനസ്സിലാകും അവിടെ ഉണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരിക, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ വന്നെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പിന്നെ കണ്ടോ, ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നാണ് അർത്ഥം. ആ വാക്യം അതാണ്, ലാ തുആഖിദ്ന എന്നുള്ളതാണ്. ഞങ്ങളെ നീ ശിക്ഷിക്കരുത്, അപ്പോൾ ലാ തുആഖിദ്ന അങ്ങനെ ഒരു ചോദ്യം ഒരു വർഷത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേ രൂപത്തിൽ വേറൊന്ന്, ഞങ്ങളെ നീ ശിക്ഷിക്കരുത്, അറബിയിൽ എഴുതുക. ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ, അതെന്ത് ചെയ്യണം, അറബിയിൽ എഴുതണം. അപ്പോൾ എന്ത് എഴുതണം, ലാ തുആഖിദ്ന എന്ന് എഴുതണം. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. അതായത് വഅഫു അന്ന എന്നുള്ളതാണ്. വഅഫു അന്ന നമ്മളെ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ, ഇനി ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ് ചോദ്യം വന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്, ഇർഹംന എന്നുള്ളതാണ് വരിക. അപ്പോൾ ഇവിടെ ചോദിച്ച് ഇവിടെ പോവാം, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ, അപ്പോൾ വഅഫു അന്ന. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് നൽകണമേ എന്നാണ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ആൻസർ യഗ്ഫിർ ലനാ എന്നാകും. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം, ലാ തുആഖിദ്ന എന്നുള്ളത് ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്നാണ് അർത്ഥം, ഏതാ, ലാ തുആഖിദ്ന എന്നുള്ളത്. ഓക്കെ, ലാ തുആഖിദ്ന അത് മറ്റൊരു പേപ്പറിൽ വന്നതാണ്. പിന്നെ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്നുള്ള അറബിയിൽ എഴുതുക, ലാ തുആഖിദ്ന. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വാക്യങ്ങൾ എന്ത് ചെയ്യുക, അറബി പദങ്ങൾ തെദ്രീബാത്ത് നോക്കിയിട്ട് പ്രധാനമായിട്ടും കാണാതെ പഠിക്കണം. അവിടെ അത് എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 13ാമത്തെ പാഠം, മത്തസ്സാഅത്തു എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അപ്പോൾ അതവിടെ പറയുന്നു, അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത് നഷ്ടപ്പെട്ടാൽ, അമാനത്ത്, വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ, അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ എന്താണ് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്, അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കുക. എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുക എന്ന് സ്വഹാബാക്കൾ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക. എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെടുന്നത്, അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ചോദ്യോത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഖിയാമത്ത് നാളിലെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ചെറിയ അടയാളങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, മതപരമായ അറിവ് കുറയുക, മസ്ജിദിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക, കൊലപാതകം പരക്കുക, വ്യഭിചാരം കൂടുക, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ ചെറിയ അടയാളങ്ങൾ പറയുന്നുണ്ട്. ആ ചെറിയ അടയാളങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഒരു അടയാളം വെച്ചിട്ട് ചോദിക്കും, ഇതിൻ്റെ പൂരിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കാം. അപ്പോൾ സ്ത്രീകൾ പൊതുരംഗപ്രവേശം ചെയ്യുക, സ്ത്രീകൾ ഡാഷ് രംഗപ്രവേശം ചെയ്യുക എന്ന് കൊടുത്താൽ ആ പൊതു നമുക്ക് എഴുതാൻ കിട്ടണം, എന്നാൽ കാണാൻ പഠിച്ചാൽ അത് കിട്ടുള്ളൂ. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കുക, ഓരോ ചെറിയ അടയാളങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പൂരിപ്പിക്കാൻ വന്നാൽ നമുക്കത് എഴുതാൻ കഴിയണം. ചിലപ്പോൾ 5 വരിയിൽ കുറയാതെ എഴുതുക എന്നുള്ളിടത്ത് കൊടുക്കലേതേകാരം ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ നീക്കാരം. അപ്പോൾ അവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. പിന്നെ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക, ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുക, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക, കഅബ ഷരീഫ് പൊളിക്കുക, ഇദ്ദേഹങ്ങളിൽ നിന്നും മുസാഫുകളിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ഉയരുക, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ദിക്കുക, ദാബത്തുൽ അർദ് പുറപ്പെടുക, മശ്രിഖിലും മഗ്രിബിലും ജസീറയിലും ഭൂമി പിളരുക. അപ്പോൾ ഇവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുക, എവിടെയെല്ലാമാണ് ഭൂമി പിളരുക എന്ന്. അപ്പോൾ മശ്രിഖിലും മഗ്രിബിലും ജസീറയിലുമാണ് ഭൂമി പിളരുക. യമനിൽ നിന്ന് വലിയ തീ ഉയരുക. അപ്പോൾ എവിടെ നിന്നാണ് വലിയ തീ ഉയരുക? ആൻസർ യമനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മശ്രിഖിലും മഗ്രിബിലും ജസീറയിലും ഭൂമി പിളരുക. എവിടെ ഭൂമി പിളരുക വെച്ചാൽ മശ്രിഖിൽ, മഗ്രിബിൽ, ജസീറയിൽ. എവിടെ നിന്നാണ് തീ ഉയരുക എന്ന് പറഞ്ഞത്? യമനിൽ നിന്നാണ് വലിയ തീ ഉയരുക. മറ്റുള്ള അടയാളങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാണാതെ പഠിക്കണം. 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളിടത്ത് അത് വന്നേക്കാം. അതല്ലെങ്കിൽ പൂരിപ്പിക്കാനും അവിടെ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അടയാളങ്ങൾക്ക് ശേഷം ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതും, സൃഷ്ടികളെല്ലാം നശിക്കും. അപ്പോൾ എപ്പോഴാണ് സൃഷ്ടികൾ നശിക്കുക? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ. അവിടെ ആരാണ് സൂറിൽ ഊതുന്നതെന്നുള്ള ചോദ്യം വന്നേക്കാം. അപ്പോൾ ആൻസർ എന്ത് ചെയ്താൽ കഴിയണം? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അല്ലെങ്കിൽ സൃഷ്ടികളെല്ലാം നശിക്കുന്നത് എപ്പോൾ? ഖിയാമത്ത് നാൾ, അന്ത്യനാളിൽ സൃഷ്ടികളെല്ലാം നശിക്കുന്നത് എപ്പോൾ? അപ്പോൾ ആൻസർ എന്ത് ചെയ്യണം? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ. ഇഖ്തറബത്തി സ്സാഅത്തു വൻശഖൽ ഖമർ, അന്ത്യനാൾ അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു.
ഇനി 14-ാമത്തെ പാഠം ലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം രാജ്യത്ത് ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പോൾ ആരുടെ ഭരണകാലത്താണ് ജറാദുകളുടെ എണ്ണം കുറഞ്ഞത്? ആൻസർ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കുറഞ്ഞ ജീവി ഏതാണ്? ആൻസർ ജറാദുകൾ, വെട്ടുകിളികൾ എന്നൊക്കെ പറയാം. അങ്ങനെ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഷാം, ഇറാഖ്, യമൻ തുടങ്ങിയ നാനാ ഭാഗത്തേക്കും ആളുകൾ അയച്ചു. അപ്പോൾ ജറാദുകളെ കൊണ്ടുവരാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു എവിടേക്കാണ് ആളുകൾ അയച്ചത്? ഷാം, ഇറാഖ്, യമൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു? ആളെ അയച്ചു. യമനിലേക്ക് അയച്ചവർ കുറേ ജറാദുകളുമായി തിരിച്ചെത്തി. അപ്പോൾ ജറാദുകളെ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? യമനിൽ നിന്നാണ് ജറാദുകളെ കൊണ്ടുവന്നത്. യമനിൽ നിന്നാണ് ജറാദുകളെ കൊണ്ടുവരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്ന ജീവജാലങ്ങൾ ഏതാണ്? അത് ജീവജാലങ്ങളിൽ ആദ്യമായിട്ട് നശിക്കുന്നത് വെട്ടുകിളികൾ, ഈ ജറാദാണ് ആദ്യമായിട്ട് നശിക്കുക എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യം ഏതാ? പിന്നെ ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്ന ജീവി ഏത്? ആൻസർ ജറാദ്. അവ നശിക്കുന്നതോടെ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ തകരുന്നതാണ്. അപ്പോൾ ജറാദുകൾ നശിക്കുന്നതോടെ എന്ത് സംഭവിക്കും? ജറാദുകൾ നശിക്കുന്നതോടെ പ്രകൃതിക്ക് എന്ത് സംഭവിക്കും? ആൻസർ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ എന്ത് ചെയ്യും? തകരുന്നതാണ്. ആവാസ വ്യവസ്ഥ തകരാറിലാകും. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ തകരാറിലാകും. പിന്നെ നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. നമ്മുടെ പരിസ്ഥിതി ഏതാണ്? നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. മണ്ണും വെള്ളവും വായുവും പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. അപ്പോൾ പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് ഏത്? മണ്ണ്, വെള്ളം, വായു. മണ്ണ്, വെള്ളം, വായു പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. പിന്നെ ഇവിടെ പറയുന്നു, ഖുർആൻ പറഞ്ഞിട്ട് ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. അതിൻ്റെ ആ അറബി എന്ത് ചെയ്യണം? കാണാൻ പഠിക്കണം. ആ ആയത്ത് കാണാതെ പഠിക്കണം, പൂരിപ്പിക്കാൻ വന്നേക്കാം. ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ് എന്നാൽ അള്ളാഹുവാണ്. ഇനി അനാവശ്യമായി മരങ്ങൾ മുറിക്കരുത്, കാട് നശിപ്പിക്കരുത്, പിന്നെ കുന്നുകൾ ഇടിച്ചു നിരത്തരുത്, വയലുകളും പുഴകളും തോടുകളും മലിനമാക്കരുത്, അവ നശിപ്പിക്കുകയും ചെയ്യരുത്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക കാര്യങ്ങൾ. ഇനി കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം മണ്ണിനെയും ജലസ്രോതകളെയും നശിപ്പിക്കും. അപ്പോൾ മണ്ണിനെയും ജലസ്രോതകളെയും നശിപ്പിക്കും ഏത്? കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം. കീടനാശിനികളുടെയും രാസവസ്തുക്കളുടെയും അമിത ഉപയോഗം മണ്ണിനെയും ജലസ്രോതസ്സുകളെയും എന്ത് ചെയ്യും? നശിപ്പിക്കും. അല്ലാഹു തആല പറയുന്നു, ലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക. നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ആണത്. ലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക. നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത്. നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചാടരുത്. അതിൻ്റെ അറബി വാക്കും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. അപ്പോൾ തണൽ മരങ്ങളും മരങ്ങളും നട്ടുപിടിപ്പിക്കൽ എന്താണ്? സുന്നത്താണ്. റെഡി അല്ലേ? തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. പിന്നെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി പല നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് മിനൽ ഈമാൻ. അറബി പഠിക്കണം. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് മിനൽ ഈമാൻ. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അറബിയും പഠിക്കണം, അതിൻ്റെ അർത്ഥം പഠിക്കണം. ഇനി ജലാശയങ്ങളിലും ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും മാളത്തിലും ഭക്ഷ്യവസ്തുക്കളിലും വിസർജനം ചെയ്യരുത്. അപ്പോൾ എവിടെയെല്ലാം വിസർജനം ചെയ്യരുത്? ജലാശയങ്ങളിൽ, ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ, മാളത്തിൽ, ഭക്ഷ്യവസ്തുക്കളിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? വിസർജനം ചെയ്യാൻ പാടില്ല. എവിടേക്കാണ്? ജലാശയങ്ങളിൽ, ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ, മാളത്തിൽ, പിന്നെ ഭക്ഷ്യവസ്തുക്കളിൽ അവിടെ നിന്നും മലമൂത്ര വിസർജനം നടത്തരുത്. ഇനി കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിന് കർഷകന് പ്രതിഫലം ലഭിക്കും. കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിൻ്റെ പ്രതിഫലം ചെയ്യും? കർഷകന് ലഭിക്കും. രൂക്ഷമായ ജലക്ഷാമം നേരിടുമ്പോൾ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ഉപേക്ഷിച്ച് തയമം ചെയ്ത് മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. അപ്പോൾ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ഉപേക്ഷിച്ച് തയമം ചെയ്യുക. ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടി തയമം ചെയ്യുക. എന്നിട്ട് മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം എന്ത് ചെയ്യണം? ലഭ്യമാക്കണം. പിന്നെ
സ്വന്തം ഉടമസ്ഥയിലുള്ള വെള്ളം ഉപയോഗിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയാൻ പാടില്ല. വെള്ളം, പുല്ല്, തീ എന്നീ വസ്തുക്കൾ ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പൊതു അവകാശമുള്ള വസ്തുക്കളാണിത്. ഒന്ന് വെള്ളം, മറ്റൊന്ന് പുല്ല്, മറ്റൊന്ന് തീ. ഈ 3 കാര്യങ്ങളിലും ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. ഖുർആൻ പറയുന്നു, അമാമി ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമ്മുൻ അംസാലുക്കും. ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ തന്നെയാണ്. അത് അറബിയും പഠിക്കണം, അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം, പഠിക്കണം. ഭൂമിയിലെ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾ തന്നെയാണ്. മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നത് പോലെ ജീവജാലങ്ങളെയും പരിഗണിക്കുമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഔ യസ്റഉ സറഅൻ ഫയകുലു മിന്ന തയ്റുൻ ഔ ഇൻസാനു ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖത്തൻ. അത് കാണാതെ പഠിക്കണം. ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാവുകയും ചെയ്താൽ അത് അവന് സദഖയായിത്തീരും. കൃഷിയുടെ നേട്ടങ്ങളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഇതൊക്കെ അവിടെ എഴുതി ചേർക്കാനുള്ളതാണ്. അത് 5 വരിയിൽ എഴുതാനുള്ളത് നമ്മൾ ലാസ്റ്റ് വായിക്കും. ഇനി പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ധൂർത്ത്. അപ്പോൾ പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ഇത് ധൂർത്ത്. ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങൾക്കും പൊങ്ങച്ചത്തിന് വേണ്ടിയും ചെലവഴിക്കുന്നതെല്ലാം ധൂർത്താണ്. അപ്പോൾ എന്തിനെല്ലാം ചെലവഴിക്കൽ ധൂർത്താണ്? ആവശ്യത്തിലധികം ചെലവഴിക്കുക, തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറം ചെലവഴിക്കുക, ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക. അതൊക്കെ ഏതിൽപ്പെട്ടതാണ്? ധൂർത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണിത്. അപ്പോൾ അല്ലാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവം ഏത്? ആൻസർ ധൂർത്ത്. മിതത്വമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി. സത്യവിശ്വാസിയുടെ ജീവിത രീതി ഏത്? ആൻസർ മിതത്വം. മിതത്വമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി. എന്നിട്ട് പറയുന്നു, ഖുർആൻ പറയുന്നു, വലാ തുബദ്ദിറ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. നീ ധൂർത്തടിക്കരുത്. ഇതിൻ്റെ അർത്ഥമാണ് വലാ തുബദ്ദിറ തബ്ദീറ എന്നാൽ നീ ധൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അതിനർത്ഥമാണിത് ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ, പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാട്ടിയവനുമാണ്. അപ്പോൾ ആ ആയത്തും അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ആയത്ത് കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ ചിലപ്പോൾ വന്നേക്കാം. ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്റുൻ, എല്ലാ ജീവജാലങ്ങളിലും പ്രതിഫലമുണ്ട്. ഇനി കഴിഞ്ഞ വർഷം വന്ന ഒരു ചോദ്യമാണ് 5 വരിയിൽ എഴുതാനുള്ളത്. എന്താണത്? കൃഷിയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ, തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാവുകയും ചെയ്താൽ അത് അവന് സ്വതക്കയായിത്തീരും. അതൊക്കെ എന്താണ്? കൃഷിയുടെ പ്രാധാന്യമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് 15ാമത്തെ പാഠം, ഇമാമുസ് സുന്ന എന്ന് പറയുന്ന പാഠം. എന്താണ് പറയുന്നത്? നീ ബഗ്ദാദിൽ പോകണം. ഈ കത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനായ റബീ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ കത്ത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞതാരാ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആരോടാ പറഞ്ഞ് കത്ത് കൊണ്ടുകൊടുക്കാൻ? ശിഷ്യനായ റബീ റളിയല്ലാഹു അൻഹുവിന്. ആർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്. കത്തുമായി റബീ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ എത്തി. കത്ത് വായിച്ച അഹ്മദ് ബിൻ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. കത്ത് വായിച്ച അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി. അപ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് റബീ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ പറയാണ്, കത്ത് വായിച്ചു കൊടുക്കുകയാണ്. ഞാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, താങ്കൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് എൻ്റെ സലാം പറയണം. ഖുർആൻ സൃഷ്ടിയാണെന്ന പിഴച്ചവാദക്കാരുടെ ഫിത്ന കൊണ്ട് താങ്കൾ പരീക്ഷിക്കപ്പെടും. അല്ലാഹു തആല താങ്കളെ സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തും. താങ്കളുടെ അറിവ് ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തും. ഇത്രയും കാര്യങ്ങളാണ് കത്തിലുള്ളത്. എന്താ കത്തിലുള്ളത്? ഞാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ആരാ സ്വപ്നം കാണുന്നത്? ഷാഫി ഇമാമാണ് സ്വപ്നം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, സ്വപ്നത്തിലൂടെ പറയാണ്, താങ്കൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് എൻ്റെ സലാം പറയണം. ഇനിയുള്ള വിഷയം, ഖുർആൻ സൃഷ്ടിയാണെന്ന പിഴച്ചവാദക്കാരുടെ ഫിത്ന കൊണ്ട് താങ്കൾ പരീക്ഷിക്കപ്പെടും. എങ്ങനെ പരീക്ഷിക്കപ്പെടുക? ഖുർആൻ സൃഷ്ടിയാണെന്ന പിഴച്ചവാദക്കാരുടെ ഫിത്ന കൊണ്ട് താങ്കളെ പരീക്ഷിക്കപ്പെടും. അപ്പോൾ അല്ലാഹു തആല താങ്കളെ സത്യത്തിൽ ഉറപ്പിച്ചിരുത്തും. താങ്കളുടെ അറിവ് ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തും. അപ്പോൾ ആരെക്കൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹു പരീക്ഷിക്കുക? ഖുർആൻ സൃഷ്ടിയാണെന്ന പിഴച്ചവാദക്കാരുടെ ഫിത്ന കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് പരീക്ഷണം വരിക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച ആശീർവാദം അദ്ദേഹത്തെ വളരെയധികം സന്തോഷിപ്പിച്ചു. തൻ്റെ ഷർട്ട് റബിയ റളിയല്ലാഹു അൻഹു സമ്മാനമായി നൽകി. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കത്ത് കൊടുത്ത റബിയ റളിയല്ലാഹു അൻഹു സമ്മാനമായിട്ട് എന്താ നൽകിയത്? ബഹുമാനപ്പെട്ടവരുടെ ഷർട്ടാണ് സമ്മാനമായി നൽകിയത്. പിന്നെ അങ്ങനെ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, റബിയ റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കത്തിന് മറുപടി എഴുതി റബിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊടുത്തു. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലെത്തിയപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലതും തന്നിരുന്നോ എന്ന്. അപ്പോൾ റബിയ റളിയല്ലാഹു അൻഹു പറയുന്നു, തനിക്ക് കിട്ടിയ ഷർട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ഷർട്ട് എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഭാഗ്യവാനാണ്, താങ്കളെ ഭാഗ്യവാനാണ്, അത് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. അപ്പോൾ അത് നനച്ച വെള്ളം, ഏത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ഷർട്ട് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ എന്നെന്ത് ചെയ്തു? ഷാഫി ഇമാം പറഞ്ഞു. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ചു. എവിടെ ജനിച്ചത്? ബഗ്ദാദിലാണ് ജനിച്ചത്. ഹിജ്റ എത്രാം വർഷം? 164 അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ബഗ്ദാദിലാണ് ജനനം. 3-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. 3-ാം വയസ്സിൽ പിതാവ്, എത്രാം വയസ്സിലാണ് പിതാവ് മരണപ്പെട്ടത്? 3-ാം വയസ്സിൽ. പിന്നെ എങ്ങനെ ബഹുമാനപ്പെട്ടവർ വിശപ്പകറ്റിയിരുന്നത്? അതാണ് ഞാൻ പറയുന്നത്. കൂലി വേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും അദ്ദേഹം വിശപ്പകറ്റി. എങ്ങനെ വിശപ്പകറ്റിയത്? കൂലി വേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും അദ്ദേഹം വിശപ്പകറ്റി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ചു. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ആര്? ആൻസർ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം അവറുകൾ. 10 ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. എത്ര ഹദീസുകളാണ് മനഃപ്പാടമാക്കിയത്? 10 ലക്ഷത്തിലധികം ഹദീസുകൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മനഃപ്പാടമാക്കിയിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. ഹദീസ് പണ്ഡിതന്മാരല്ല. ഈ പറഞ്ഞ മൂന്ന് പ്രമുഖരാരാണ്? ഹദീസ് പണ്ഡിതന്മാരാണ്. അപ്പോൾ പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരുടെ പേര് വെച്ചാൽ ഈ 3 പേരാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരെ പേര് വെച്ചാലും ഇത് തന്നെയാണ് അവിടെ ഇതാതുള്ളത്. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് മുസ്നദ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട കിതാബാണ് ഏത്? മുസ്നദ്. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിലെന്ത് ചെയ്തിട്ടുള്ളത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രചിച്ച കിതാബിൻ്റെ പേരെന്ത്? മുസ്നദ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രചിച്ച കിതാബിൻ്റെ പേരെന്ത്? മുസ്നദ്. ഇനി വേറെ ചോദ്യം വരികയാണ്, മുസ്നദ് എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത്? ആൻസർ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ വരാം, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദ് രചിച്ചത് എത്ര ഹദീസുകളിൽ നിന്നാണ്? ആൻസർ 7 ലക്ഷം ഹദീസുകളിൽ നിന്ന്. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മദ്ഹബ്. ഏതാണ് ഹംബലി മദ്ഹബ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മദ്ഹബ്. സൗദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഹംബലി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. 2 സ്ഥലമേ പറഞ്ഞിട്ടുള്ളൂ, സൗദി അറേബ്യ, സിറിയ. ഈ 2 പ്രദേശങ്ങൾ മാത്രമേ, 2 രാജ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവർ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ, ഫിഖ്ഹിലും തഖ്വയിലും ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉയർന്ന ഒരാളെയും ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. അത് ആര് പറഞ്ഞതാ? ഷാഫി ഇമാം പറഞ്ഞതാണ്. ഷാഫി ഇമാം എന്ത് പറഞ്ഞു എന്ന് അവിടെ ചോദ്യം വരാം. അല്ലെങ്കിൽ ഈ വിഷയം കൊടുത്തിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാൾ ബഗ്ദാദിൽ ഇല്ല എന്ന് ആരാണ് പറഞ്ഞത്? ആൻസർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇനി ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടി ഉണ്ടാക്കി അദ്ദേഹത്തിന് നൽകി. ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 3 ദിവസം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നു. എന്നാൽ അതറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു പണ്ഡിതൻ റൊട്ടി കൊണ്ടുകൊടുത്തു.
ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചില്ല. എന്തേ കാരണം? അദ്ദേഹം ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്നവരായിരുന്നു. ആരാണ് ആ പണ്ഡിതന്? ഭരണകൂടത്തിൽ നിന്നും സമ്മാനം സ്വീകരിക്കുന്നവരായതുകൊണ്ട് ആ റൊട്ടി എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ വീക്ഷണം. എന്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ വീക്ഷണം? ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. അതുകൊണ്ടാണ് ആ പണ്ഡിതനിൽ നിന്ന് റൊട്ടി വാങ്ങാതിരുന്നത്. ഇനി ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കളവ് പോയി. നല്ല വസ്ത്രമില്ലാതെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പകർത്തി എഴുതിയതിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. അപ്പോൾ ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്ത് ചെയ്തു? കളവ് പോയി. എവിടെ വെച്ചിട്ടാണ് വസ്ത്രം കളവ് പോയത്? യമനിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്ത് ചെയ്തു? കളവ് പോയി. യമനിൽ വെച്ച് വസ്ത്രം എന്ത് ചെയ്തു? കളവ് പോയി. നല്ല വസ്ത്രം ഇല്ലാത്തതിനാൽ അദ്ദേഹം എന്ത് ചെയ്തില്ല? പുറത്തിറങ്ങിയില്ല. എന്താ കാരണം? നല്ല വസ്ത്രങ്ങൾ ഇല്ലാത്തതിനാൽ അദ്ദേഹം പുറത്തിറങ്ങിയില്ല. പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും സ്വീകരിച്ചില്ല. പിന്നീട് പകർത്തി എഴുതിയതിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്? പകർത്തി എഴുതിയതിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ച ഇമാം ഏതെന്ന് വെച്ചാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച പണ്ഡിതനാണ് ഇമാം ഏതെന്ന് ചോദിച്ചാലും അതും ആരാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചത്? അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചിരുന്നു. പിന്നെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ബിദ്അത്തിൻ്റെ വാദങ്ങളെ ഗണ്ണിച്ചു. അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ബിദ്അത്തിൻ്റെ വാദങ്ങളെ ഗണ്ണിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. അങ്ങനെ ഹിജ്റ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി. ജനാസ നിസ്കാരത്തിൽ 8 ലക്ഷം ആളുകൾ പങ്കെടുത്തു. ഹിജ്റ എത്രയൊക്കെ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്? ഹിജ്റ 241. ഹിജ്റ 241 ഏതാ മാസം? റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെയാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ഏതാ ദിവസം? വെള്ളിയാഴ്ച രാവിലെയാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ജനാസ നിസ്കാരത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു? 8 ലക്ഷം ആളുകൾ. അപ്പോൾ 8 ലക്ഷം ആളുകൾ പങ്കെടുത്ത ജനാസ നിസ്കാരം ആരുടേതായിരുന്നു? ആൻസർ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റേത്. സബറൽ ഇമാമു അഹ്മദു അലൽ മിഹനി കസീറ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ ക്ഷമം കൈക്കൊണ്ടു. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സഹിച്ച പീഡനങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഗണ്ണിക എഴുതാൻ പറഞ്ഞാലോ? 5 വരിയിൽ. അപ്പോൾ എഴുതാം: ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തിന് അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. ഇനി മറ്റൊന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സൂക്ഷ്മത. അപ്പോൾ എന്ത് ചെയ്തു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദാനമോ പാരിതോഷികമോ സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം കിട്ടാത്തതിനാൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. ഒരു പണ്ഡിതൻ റൊട്ടി ഉണ്ടാക്കി അദ്ദേഹത്തിന് നൽകി. ഭരണകൂടത്തിൽ നിന്നും സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നതായിരുന്നു ഇമാം അവറുകളുടെ വീക്ഷണം. ഇനി ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് ചെറിയൊരു രൂപത്തിൽ: ജനനം ഹിജ്റ 164 ബഗ്ദാദിലാണ്. വഫാത്ത് ഹിജ്റ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ. 3-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കി. ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. പ്രധാന കിതാബ് മുസ്നദ്. ഹംബലി മദ്ഹബ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സൗദി അറേബ്യ, സിറിയ. ഇനി 16-ാമത്തെ പാഠം നദ്ഫഉൽ ഹിസാബ്. ഈ പാഠത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ, വാക്കർത്ഥങ്ങൾ പഠിക്കാനുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ തെദരീബാത്തിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കണം. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് നോക്കുക. ഇനി പരീക്ഷയ്ക്ക് ഏതെല്ലാം രൂപത്തിലാണ് ഈ പാഠങ്ങളിൽ നിന്ന് വന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അടയാളപ്പെടുത്തിയൊക്കെ കാണാതെ പഠിക്കാനുള്ള ഭാഗങ്ങളാണ് അർത്ഥങ്ങളൊക്കെ. ഇവിടെ ഫസ്റ്റ് കൊടുത്തതാ
തക്കാളി എന്നതിൻ്റെ അറബി പദമെന്ത്? തക്കാളിക്ക് എന്താ അറബി പറയുക? തൊമാത്തിം. തൊമാത്തിം എന്നാണ് അറബിയിൽ പറയുക. അത് ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? പൈനാപ്പിൾ, അതായത് കൈതച്ചക്ക എന്നാണ് അർത്ഥം. അതേതാ? അനാനാസ് എന്നുള്ളതാണ്. അനാനാസ്. അതും ആ പാഠത്തിൽ നിന്നാണ്, ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ കൊടുത്തെന്താ? മാതാ തബഗി അബഗി ഷൈഅൻ മിനൽ മവാദിൽ ഗിദാഇയ്യ. മിനൽ മവാദിൽ ഗിദാഇയ്യ. അബഗി ഷൈഅൻ മിനൽ മവാദിൽ ഗിദാഇയ്യ. കണ്ടോ? ഗിദാഇയ്യ. മറ്റേത് മിനൽ അദവാത്തിൽ മൻസിലിയ എന്നാണ്. അപ്പം മവാദിയ മൻസിലിയ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. തദ്രീബാത്ത് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക. അത് പൂരിപ്പിക്കാൻ വന്നേക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് 6-ാമത്തെ ഖുലാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആൻസർ എന്താണ്? പച്ചക്കറി എന്നാണ് ഖുലാർ എന്ന് പറഞ്ഞാൽ. അത് അവിടെ നിന്നുള്ള ചോദ്യമാണ്. പിന്നെ 5 കിലോ അരി അറബിയിൽ എഴുതുക. 5 കിലോ ഖറാമാത്തിൻ മിനൽ അർസ്. പാഠത്തിൽ പറഞ്ഞ അതേ വാക്കുകളും സെൻറ്റൻസുകൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് പാഠം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അർത്ഥം വെച്ച് മനസ്സിലാക്കണം. എങ്കിലേ ആൻസറുകൾ കിട്ടുകയുള്ളൂ. ഓക്കെ. പിന്നെ അപ്പോൾ ആ രൂപത്തിലാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ പാഠത്തിൽ നിന്ന്. അത് പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനി 17-ാമത്തെ പാഠം ഇഷ്ഫ തുഷഫ എന്ന പാഠമാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു ദിവസത്തിന് ദുന്യാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. അങ്ങനെ ഒരു ദിവസത്തിന് എത്ര ദിവസത്തിൻ്റെ ദൈർഘ്യമാണ് ദുന്യാവിലെ? 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് പരലോകത്തുള്ളത്. മഹ്ശറയിൽ ഒരു ദിവസത്തിൻ്റെ ദുന്യാവിലെ 50,000 വർഷത്തെ ദൈർഘ്യം. തലയുടെ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു. തലയുടെ 1 മൈൽ അകലത്തിൽ എത്രയാണ്? തലയുടെ 1 മൈൽ അകലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നു. ജനങ്ങൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ ചെന്ന് പറയുന്നു, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അല്ലാഹു തആലയോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ. ജനങ്ങളെല്ലാവരും കൂടെ ചെന്നിട്ട് ആദ്യമായിട്ട് ആരെടുത്താണ് പോണത്? ആദം നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ. എന്നിട്ട് പറയാണ്, ഞങ്ങൾ കഷ്ടപ്പാടിലാണ്, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അല്ലാഹു തആലയോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, അങ്ങ് ഞങ്ങളുടെ പിതാവാണല്ലോ എന്നെന്ത് ചെയ്യും? പറയും ജനങ്ങൾ. അപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം പറയും, ഞാൻ അതിന് അർഹനല്ല. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ പോകൂ, അദ്ദേഹം ഖലീലുർ റഹ്മാനാണ്. ആദം നബി എന്താ മറുപടി പറയുക? ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ പോകൂ, അദ്ദേഹം ഖലീലുർ റഹ്മാനാണ്. അദ്ദേഹം ആരാണ്? ഖലീലുർ റഹ്മാൻ. അപ്പോൾ ഇവിടെ ഖലീലുർ റഹ്മാൻ എന്നുള്ള പേരുണ്ടല്ലോ, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിക്കുന്ന പേരാണ്. അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നതിൽ എന്ത് ചെയ്യുക? ഖലീലുർ റഹ്മാൻ ഒരു സൈഡിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പേര് ഒരു സൈഡിലും കൊടുത്താൽ നമുക്കത് യോജിപ്പിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഖലീലുർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരെന്ന് ചോദിച്ചാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പറയാൻ കഴിയണം കേട്ടോ. അടുത്തേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ പോകൂ. ഞാൻ അതിന് അർഹനല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു. എന്നിട്ട് ആരെടുത്ത് പോകാൻ പറയും? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ. ആരെടുത്താ? കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം. അങ്ങനെ തന്നെ പേര് പഠിക്കണം. മൂസാ നബി എന്ന് മാത്രം പഠിക്കരുത്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം. കലീമുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ആരെന്ന് ചോദിച്ചാൽ അത് മൊത്തത്തിൽ പഠിച്ചാൽ അത് കിട്ടുള്ളൂ. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി എന്താ പറയുക? പിന്നെ ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ പോയി നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാം പറയും, നിങ്ങൾ ആരെടുത്ത് പോകണം? റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം. റൂഹുല്ലാഹി, ആ പേര് മൊത്തത്തിൽ പഠിക്കണം. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം. ഈസാ നബി അലൈഹി സ്വലാം പറയും, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോകൂ. എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരികിൽ ചെന്ന് ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടും, അപേക്ഷിക്കും. ശഫാഅത്ത് ചെയ്യാൻ അപേക്ഷിക്കും. അപ്പോൾ ആരടുത്തേക്ക് ഇപ്പോൾ പോയത്? ആദ്യം ആദം നബി അലൈഹി സ്വലാം, നമ്മുടെ പിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാം. ആദം നബി അലൈഹി സ്വലാം ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അരികിലേക്ക് അയക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിലേക്ക് അയക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാമിൻ്റെ അരികിലേക്ക് അയക്കുന്നു. അവരൊക്കെ പറയുന്നത് എന്താ? ഞാൻ അതിന് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഞാൻ അതിന് അർഹനല്ല എന്ന് പറഞ്ഞ് ആരടുത്തേക്ക് പറഞ്ഞയക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ അതിന് അർഹനാണ്. എന്നിട്ട് അവിടുന്ന് അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും. ഞാൻ അതിന് അർഹനാണ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ എവിടെയാണ് സുജൂദ് ചെയ്യുക? അർശിന് ചുവട്ടിൽ എന്ത് ചെയ്യും? സുജൂദ് ചെയ്യും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തു, ചോദിക്കൂ, നൽകാം.
ഷഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും, വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതാണ് അഷ്ഷഫാഅത്തുൽ ഉളമ. അപ്പോൾ ഷഫാഅത്തുൽ ഉളമ എന്ന് പറഞ്ഞാൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന് ചുവട്ടിൽ സുജൂദ് ചെയ്യുന്നു. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തൂ, ചോദിക്കൂ, നൽകാം, ഷഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യുന്നു. അങ്ങനെ വിചാരണ ആരംഭിക്കും. അങ്ങനെ സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതിനാണ് ഷഫാഅത്തുൽ ഉളമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് നോക്കിയിട്ട് നല്ല വായിച്ച് മനസ്സിലാക്കണത്. ഇനി എത്രത്തോളം നബി തങ്ങൾ സുജൂദ് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ അവിടുന്ന് ഷഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ അവിടുന്ന് ഷഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെയെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ അവിടുന്ന് ഷഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഷഫാഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പുറമെ ആരെല്ലാം ഷഫാഅത്ത് ചെയ്യും? അതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസറാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇവരൊക്കെ എന്ത് ചെയ്യും? ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ ആരെല്ലാം ഷഫാഅത്ത് ചെയ്യുന്നു വെച്ചാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. പിന്നെ അഷ്ഫാഅത്ത ഖബ്ലന, അങ്ങ് ഞങ്ങൾക്ക് ഷഫാഅത്ത് ഔദാര്യമായി നൽകണമേ. ഇനി നമുക്ക് 18ാമത്തെ പാഠം ഹാദിമുൽ ലദ്ദാത്ത് എന്ന പാഠം നോക്കാം. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ മഹാൻ കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്തു കഫം പുടവ വിരിച്ചു. അതിൽ ഖിബലയ്ക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹ് ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. അപ്പോൾ ഗസാലി ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? അതാണ് ഇവിടെ പറഞ്ഞത്. സുബഹി നിസ്കാരം കഴിഞ്ഞു. മഹാൻ കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്ത് കഫം പുടവ വിരിച്ച് അതിൽ ഖിബലയ്ക്ക് അഭിമുഖമായി കിടന്ന് സ്വഹീഹ് ബുഖാരി എടുത്ത് നെഞ്ചത്ത് വെച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ വഫാത്തായി. ആരണതാള് ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തന്നെ പഠിക്കണം. ചേരുമ്പടി ചേർക്കാനൊക്കെ വരും. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? അപ്പുറത്ത് ഉണ്ടാവുക ഇമാം ഗസാലി എന്നുണ്ടാവും. അത് തിരിയണം. ഓക്കെ. അപ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. പിന്നെ മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, ആ അറബി കാണാതെ പഠിക്കണം. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ അത് അതിൻ്റെ അർത്ഥവും കാണാതെ പഠിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. ആരാണ് ഭാഗ്യവാന്മാർ? സന്തോഷത്തോടു കൂടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. ഏതിന് ഭാഗ്യം ലഭിക്കുക? സന്തോഷത്തോടു കൂടെ മരിക്കാൻ ഭാഗ്യം ലഭിക്കുക ആർക്കാണ്? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്. ആർക്കാണ് സന്തോഷത്തോടു കൂടെ മരിക്കാൻ കഴിയുക? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്കാണ് സന്തോഷത്തോടു കൂടെ മരിക്കാൻ കഴിയുക. ഇനി ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട്. അതിൽ അല്പം പോലും കൂടുകയോ കുറയുകയോ ഇല്ല. ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട്. അതിൽ കൂടുകയില്ല, കുറയുകയുമില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലിംരിഇം മുസബ്ബഹുൻ ഫീ അഖ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. ആ ബൈത്ത് കാണാതെ പഠിക്കണം. അതേ രൂപത്തിൽ തന്നെ എന്തും ചെയ്യണം? അതിൻ്റെ അർത്ഥം പഠിക്കണം. എന്താ അർത്ഥം? ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്ത് നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. ആശയാണ്ട് പഠിച്ചാൽ മതി. ഇതിലുള്ള വാക്കെന്നെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ അതേ രൂപത്തിൽ മരണം അവനോട് അടുത്തുകൊണ്ടാണ് അവൻ എവിടെ ജീവിക്കുന്നത്? അവൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്നത്. വായിച്ചു നോക്കൊന്ന്. ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ
അതുപോലെ മരണം അടുത്ത് നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. ഓരോ വിഷയങ്ങളും ആശയം വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഓക്കെ, എന്തല്ല നമ്മൾ പഠിച്ച തന്നെ കാണാതെ പഠിച്ച തന്നെ എഴുതണമെന്നുണ്ട്, ആ വാക്ക് തന്നെ വേണമെന്നില്ല, വിഷയം അവിടെ അങ്ങോട്ട് കാണണം. അതാണ് ആൻസർ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, പരലോക ജീവിതം അറ്റമില്ലാത്തതാണ്. ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, പരലോക ജീവിതം അറ്റമില്ലാത്തതാണ്. അതുവരെ ബർസഖി ലോകത്ത് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ളൊരു ജീവിതമാണേത്? ബർസഖി ജീവിതം. ഓക്കെ, അങ്ങനെ രൂപത്തിൽ ചോദ്യം വന്നാൽ ഇതാളുള്ളതാണ് ബർസഖി ജീവിതം എന്നുള്ളത് ഓർമ്മ വേണം. അപ്പോൾ ഈ ലോകത്തെ ജീവിതം ചെറുതാണ്, പിന്നെ പരലോകത്തെ ജീവിതം അറ്റമില്ലാത്തതാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ജീവിതമാണേത്? ബർസഖി ജീവിതം എന്ന് പറയുന്നത്. ഏതാണ്? ബർസഖി ജീവിതം. ഇനി സജ്ജനങ്ങൾക്ക് അവിടെ സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരകയാതനകളുമാണുള്ളത്. സജ്ജനങ്ങൾക്ക് സ്വർഗീയ സുഖം എവിടെയായിരുന്നു പറഞ്ഞു? ബർസഖി ജീവിതത്തിലാണ് പറഞ്ഞത്. സജ്ജനങ്ങൾക്ക് സ്വർഗീയ ജീവിതവും പിന്നെ ദുർജനങ്ങൾക്ക് നരകയാതനകളുമാണുള്ളത്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെ ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ മരണത്തെ ഓർത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായിരുന്നു. ആരുടെ കവിൾത്തടത്തിൽ? ആരുടെ മുഖത്ത്? ആൻസർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറാണ്. അപ്പോൾ എന്തിനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നത്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആൻസർ ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് അവിടുന്ന് കരഞ്ഞിരുന്നത്. ഇനി മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. മരണത്തെ ഓർത്താലുള്ള മെച്ചെന്താ? മരണത്തെ ഓർക്കൽ സുന്നത്താണ്. മരണത്തെ ഓർക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്ത്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ: ജീവിതത്തെ നന്നാക്കും, തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും, നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കും. ജീവിതം നന്നാക്കും, പിന്നെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും, നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കും. ഹിദായത്തുൽ അദ്കിയായിൽ പറയുന്നു, അമലും ബിലാ ദിക്രിൽ മനിയ്യതിലാ അസർ വബിദിക്രിഹാ ഹഖൻ കളർബി മആവിലാ. ബൈത്ത് കാണാതെ പഠിക്കണം. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് എന്തില്ല? ഒരു പ്രയോജനവുമില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾക്ക് പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. വളരെ സിമ്പിളായിട്ട് ആശയം മനസ്സിലാക്കുക. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് ഒരു പ്രതിഫലവുമില്ല, ഇബാദത്തുകൾക്ക് എന്തില്ല? ഒരു പ്രതിഫലവുമില്ല. എന്നാൽ മരണത്തെ ഓർത്തുകൊണ്ടുള്ള ഇബാദത്ത് ഏതുപോലെയാണ്? അമലുകളെ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. ഇനി ഉദാഹരണമായി മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും, ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. അപ്പോൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിച്ചാലുള്ള മെച്ചെന്താ? നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും, ആയുസ് അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും, ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹത്തെ നീക്കും. അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനും സഹായിക്കും. രോഗികളെ സന്ദർശിക്കുകയും ജനാസയെ സംസ്കരണത്തിൽ പങ്കെടുക്കുകയും ഖബർ സിയാറത്തും മരണത്തെ ഓർക്കുന്നതിന് സഹായിക്കും. അപ്പോൾ മരണത്തെ ഓർക്കുന്നതിന് സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് ഏത്? ഒന്ന് രോഗികളെ സന്ദർശിക്കുക, മറ്റൊന്ന് ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക, മറ്റൊന്ന് ഖബർ സിയാറത്ത് ചെയ്യുക. മരണം ഓർക്കുന്നതിന് സഹായകമാകുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാം? 1 രോഗിയെ സന്ദർശിക്കുക, 2 ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക, 3 ഖബർ സിയാറത്ത് ചെയ്യുക. ഇനി വീട്, വസ്ത്രം, ഭക്ഷണം, വാഹനം മുതലായ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിക്കുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്യാൻ മരണസ്മരണ നമ്മെ സഹായിക്കും. മരണസ്മരണ നമ്മെ എന്ത് ചെയ്യും? സഹായിക്കും. ഖനാഅത്ത് എന്ന ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നാട്ടോ.
അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. തദ്രീബാത്തിൽ കാണാം ഖനാഅത്ത് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്താണ് ഖനാഅത്ത് എന്ന് ഏതോ ഒരു പരീക്ഷയ്ക്ക് ദുറൂസിൻ്റെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ടൊരു ഓർമ്മ ഉണ്ട്. അപ്പോൾ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നാണ്. ഓക്കെ, തദ്രീബാത്തിൽ അർത്ഥം കൊടുത്തെടുത്തുണ്ട്. ഇനി ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യവും മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്താ പറഞ്ഞത്? ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും. ദുരാഗ്രഹവും ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തിയും ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യവും ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവണം? മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മരണത്തെ ഓർക്കാതെയുള്ള ജീവിതം ജീവിച്ചാൽ എന്താ ഉണ്ടാവുക? അവർ ദുരാഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തി ഉണ്ടാകും. ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കും. ആര്? മരണത്തെക്കുറിച്ച് ഓർക്കാത്തവർ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഹിദായത്തുൽ അദ്കിയയിൽ പറയുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഹിദായത്തുൽ അദ്കിയ എന്ന്. ഇവിടെ ആ ഹിദായത്തുൽ അദ്കിയ രചിച്ചത് ആരാന്നും കൂടെ പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹിദായത്തുൽ അദ്കിയയുടെ മുസന്നിഫ് ആര്, അല്ലെങ്കിൽ ഹിദായത്തുൽ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. وقنع بترك المشتهى والفاخر من مطعم وملابس ومنازل من يطلب ما ليس يعنيه فقد فات الذي يعنيه من غير ابتلاء. വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക എന്ന ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവന് ആവശ്യമുള്ളവ നഷ്ടപ്പെടുന്നതിൽ സംശയമില്ല. അപ്പോൾ വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. ആവശ്യമില്ലാത്തത് തേടി നടക്കുന്നവന് ആവശ്യമുള്ളവ നഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ല. ഒന്നാമത്തെ ബൈത്തിൻ്റെ അർത്ഥം ഇതുവരെയാണ്, സംതൃപ്തനാവുക വരെ. രണ്ടാമത്തിൻ്റെ ബൈത്തിൻ്റെ അർത്ഥമാണിത്, ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവന് ആവശ്യമുള്ളവ നഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ല. ഇത് രണ്ടാമത്തെ വരിയുടെ അർത്ഥമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ച് നോക്കും. അറബി അതിൻ്റെ അർത്ഥം ചെയ്യണം, പഠിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് 19ാമത്തെ പാഠം ഖൈറുല്ലാ എന്ന് പറയുന്ന പാഠമാണ്. കൊടുങ്ങല്ലൂരിൽ ഒരു യാത്രാ സംഘം കപ്പലിറങ്ങി. അപ്പോൾ എവിടെയാണ് കപ്പലിറങ്ങിയത്? യാത്രാ സംഘം കൊടുങ്ങല്ലൂരിലാണ് അവർ കപ്പലിറങ്ങിയത്. അന്ന് മലബാറിലെ കൂടുതൽ ഭാഗവും ഭരിച്ചിരുന്നത് ചേരമാൻ പെരുമാളായിരുന്നു. ഈ കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങുന്ന ആ സാഹചര്യത്തിൽ മലബാറിലെ സിംഹഭാഗവും മുഖ്യമായ ഭാഗങ്ങളും ഭരിക്കുന്നത് ആരാണ്? ചേരമാൻ പെരുമാളാണ്. ആരാണ്? ചേരമാൻ പെരുമാള്. ഹിജാസിൽ നിന്ന് വരുന്നതെന്നും ആദം മല സന്ദർശിക്കാൻ പോവുകയാണെന്നും അവർ പറഞ്ഞു. അപ്പോൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ വന്ന സംഘം പറഞ്ഞതാണ് ഹിജാസിൽ നിന്നാണ് വരുന്നതെന്ന്. എവിടുന്നാണ് വരുന്നത്? ഹിജാസിൽ നിന്നാണ് വരുന്നത്. എവിടേക്കാണ് പോകുന്നത്? ആദം മല സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞു. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും നബിയുടെ മോചിതത്തിനെക്കുറിച്ചും രാജാവിനോട് സംഘം വിവരിച്ചു. അപ്പോൾ രാജാവിനോട് എന്തെല്ലാമാണ് പറഞ്ഞു കൊടുത്തത്? ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, നബിയുടെ മോചിതത്തിനെക്കുറിച്ച് എന്ത് ചെയ്തു? രാജാവിനോട് സംഘം പറഞ്ഞു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പുലർത്തിയ സംഭവം കേട്ടപ്പോൾ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹമുദിച്ചു. അപ്പോൾ രാജാവാകുന്ന ചേരമാൻ പെരുമാളിനെ നബിതങ്ങളെ കാണാനുള്ള ആഗ്രഹം ഉദിക്കാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചന്ദ്രനെ പുലർത്തിയ ആ സംഭവം, ആ മുഅ്ജിസത്ത് കേട്ടപ്പോഴാണ് രാജാവിന് നബിയെ കാണാനുള്ള ആഗ്രഹമുണ്ടായത്. കാരണം എന്താ? രാജാവ് ഈ മുഅ്ജിസത്ത് തൻ്റെ നാട്ടിൽ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട്. രാജാവ് ആ ചന്ദ്രനെ പുലർത്തിയ സംഭവം നമ്മുടെ ഈ കേരളക്കരയിൽ നിന്നുകൊണ്ട് രാജാവ് കണ്ടിട്ടുണ്ട്. അത് കേട്ടപ്പോഴാണ് രാജാവിന് നബിയെ കാണണമെന്നുള്ള ആഗ്രഹം വന്നത്. രാജ്യം പുത്രന്മാർക്ക് വീതിച്ചു കൊടുത്ത് രാജാവ് ആ യാത്രാ സംഘത്തോടൊപ്പം പുറപ്പെട്ടു. രാജാവ് പോകുമ്പോൾ എന്ത് ചെയ്തു? പുത്രന്മാർക്ക് എന്ത് ചെയ്തു? രാജ്യം വീതിച്ചു കൊടുത്തു. ഭരണക്ക് അവരെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? തിരിച്ചു പോവാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് മുസ്ലിമായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. എന്താ പേര്? താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ ചേരമാൻ പെരുമാൾ എന്നൊരു സൈഡിൽ ചേരുമ്പടി ചേർക്കാനുള്ളത് താജുദ്ദീൻ എന്നും ഉണ്ടെങ്കിൽ നമ്മളതെന്ത് ചെയ്യണം? യോജിപ്പിച്ച് ചെയ്യണം. ചേരമാൻ പെരുമാൾ മുസ്ലിമായതിനു ശേഷം സ്വീകരിച്ച പേരാണ് ഏത്? താജുദ്ദീൻ എന്നത്.
പിന്നെ കുറച്ച് ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താമസിച്ചു ശേഷം മലബാറിലേക്ക് മടങ്ങാനും ഇസ്ലാം പ്രചരിപ്പിക്കാനും രാജാവ് ആഗ്രഹിച്ചു. എന്താണ് രാജാവ് ആഗ്രഹിച്ചത്? മലബാറിലേക്ക് മടങ്ങാനും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാനും എന്ത് ചെയ്തു? രാജാവ് ആഗ്രഹിച്ചു. മലബാറിലേക്ക് മടങ്ങാനും പിന്നെ അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാനും രാജാവ് ആഗ്രഹിച്ചു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ഒരു സംഘം രാജാവിനോടൊപ്പം മലബാറിലേക്ക് പുറപ്പെട്ടു. രാജാവിനോടൊപ്പം ഒരു സംഘം വരികയാണ്. അതിലുള്ള നേതാവാരാണ്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ആരാ നേതാവ്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം മലബാറിലേക്ക് വരികയാണ്. നേതാവാരാണ്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. യാത്ര മധ്യ ഒമാനിലെ ഷഹർ എന്ന സ്ഥലത്ത് വെച്ച് രാജാവ് രോഗബാധിതനാവുകയും മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ രാജാവിന് രോഗബാധിതനായി മരണപ്പെട്ട എവിടെ വെച്ചിട്ടാ? ഒമാനിലെ ഷഹർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. എവിടെ വെച്ചാൽ? ഒമാനിലെ ഷഹർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് രാജാവിന് രോഗബാധിതനാകുന്നു. അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു. യാത്ര തുടരണമെന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും വസിയത്ത് ചെയ്തു. ഇപ്പോൾ രാജാവ് എന്ത് ചെയ്തിരുന്നു? തൻ്റെ കൈപ്പടയിലുള്ള ഒരു കത്ത് എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം യാത്രാ സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. മരിക്കുന്നതിന് മുമ്പേ തൻ്റെ കൈപ്പടയിലുള്ള ഒരു കത്ത് അദ്ദേഹം യാത്രാ സംഘത്തെ ഏൽപ്പിച്ചു. അപ്പോൾ യാത്രാ സംഘത്തെ അദ്ദേഹം എന്താ ഏൽപ്പിച്ചത്? മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കൈപ്പടയിലുള്ള ഒരു കത്ത് അദ്ദേഹം യാത്രാ സംഘത്തെ ഏൽപ്പിച്ചു. യാത്ര തുടരണമെന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും വസിയത്ത് ചെയ്തു. അപ്പോൾ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്താണ് വസിയത്ത് ചെയ്തത്? അദ്ദേഹം വസിയത്ത് ചെയ്ത് യാത്ര തുടരണമെന്നും ഇസ്ലാം അവിടെ പ്രചരിപ്പിക്കണമെന്നുമാണ് വസിയത്ത് ചെയ്തത്. മലബാറിൻ്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂർ, മലബാറിലെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂർ, മലബാറിൻ്റെ തലസ്ഥാനം ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. അങ്ങനെ അവർ കപ്പലിറങ്ങിയിട്ടോ അവിടെയുള്ള രാജാവിൻ്റെ പുത്രന്മാരെല്ലാം ഉള്ളത് അവരൊക്കെ സ്വീകരിച്ചു. അതിന് ശേഷം മസ്ജിദ് ഉണ്ടാക്കാനും വീട് നിർമ്മിക്കാനും ഭൂമി നൽകി. പള്ളി ഉണ്ടാക്കാനും വീടുണ്ടാക്കാനൊക്കെ എന്ത് ചെയ്തു? ഭൂമി നൽകി. സംഘം കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, മുതലായനി, ചാലിയം, ബർക്കൽ, കാസർഗോഡ് മുതലായവ തുടങ്ങിയ സ്ഥലങ്ങളിൽ മസ്ജിദുകൾ നിർമ്മിച്ചു. അപ്പോൾ എവിടൊക്കെയാണ് മാലിക് ദീനാറും സംഘവും വന്നുകൊണ്ട് പള്ളി നിർമ്മിച്ചത്? എവിടൊക്കെയുണ്ട്? കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലയം, ബഡ്കൽ, കാസർഗോഡ്, മംഗലാപുരം. ഈ സ്ഥലങ്ങളിലൊക്കെ അവരിവിടെ വന്നുകൊണ്ട് എന്ത് നിർമ്മിച്ചു? പള്ളി നിർമ്മിച്ചു. എത്ര സ്ഥലങ്ങളിലാണ് പള്ളി നിർമ്മിച്ചത്? കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം, ബഡ്കൽ, കാസർഗോഡ്, മംഗലാപുരം. 10 സ്ഥലങ്ങളിൽ. ചോദ്യം വരികയാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സംഘവും ഇവിടെ വന്നുകൊണ്ട് ആദ്യമായി പള്ളി നിർമ്മിച്ചു. എത്ര പള്ളികളാണ് നിർമ്മിച്ചത്? അപ്പോൾ ആൻസർ എന്ത് പറയണോ? 10 പള്ളികൾ. അവ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഈ പേരുകളാണ് പറയണം. കാസർഗോഡ്, കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങണം. പിന്നെ യമൻ, ബുഖാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മറ്റും സയ്യിദന്മാരും സൂഫികളും പ്രബോധത്തിനായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവർ ഇവിടെ താമസമാക്കി. അതിനുശേഷം പിന്നെ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നത്? യമന്, ബുഖാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? സയ്യിദന്മാരുണ്ട്, സൂഫി വര്യന്മാരുണ്ട്. ആരൊക്കെ വന്നത്? സയ്യിദന്മാരും സൂഫി വര്യന്മാരും വന്നു. എവിടുന്ന്? യമന്, ബുഖാറ എന്നിവിടങ്ങളിൽ നിന്ന് സൂഫി വര്യന്മാരും സയ്യിദന്മാരും വന്നു. എന്നിട്ട് അവരെവിടെ എന്ത് ചെയ്തു? താമസമാക്കി. ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ഇസ്ലാമിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി. എന്താ കാരണം? ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്താ? ഇസ്ലാമിൻ്റെ സൗന്ദര്യവും നീതിയും തുല്യതയും മനസ്സിലാക്കിയിട്ടാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ നീതിയും തുല്യതയും മനസ്സിലാക്കിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കാരണം എന്താ? ജാതീയതയുടെയും തൊട്ടുകൂടായ്മയുടെയും ഇരകളായവർക്ക് അത്ഭുതമായിരുന്നു. അവരാരാ? ജാതിയുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണാൻ പറ്റാതെ, അവരെ തൊടാൻ പറ്റാതെ, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെ ജാതീയതയുടെയും തൊട്ടുകൂടായ്മയുടെയും ഇരകളായവർക്ക് അത്ഭുതമായിരുന്നു ഇസ്ലാമിൻ്റെ സൗന്ദര്യവും നീതിയും തുല്യതയും. അതാണ് അവരെ ഇസ്ലാമിലേക്ക് എന്ത് ചെയ്തത്? ആകർഷിപ്പിച്ചത്. മസ്ജിദുകളും മോത്തുപള്ളികളും കേന്ദ്രമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു. എങ്ങനെ? മസ്ജിദുകളും മോത്തുപള്ളികളും കേന്ദ്രമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു. അപ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നത്? മസ്ജിദുകളും മോത്തുപള്ളികളും കേന്ദ്രമായിട്ട്. പിന്നെ അറബി, മലയാളം അറബി ലിപിയിൽ എഴുതുന്ന സമ്പ്രദായമാണിത്. ഏത്? അറബി മലയാളം എന്ന് പറയുന്നത് എന്തിനാണ്? മലയാളം അറബി ലിപിയിൽ എഴുതുന്നതിനാണ് അറബി മലയാളം എന്ന് പറയുന്നത്.
ഈ ഭാഷയിൽ നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. അറബി മലയാളത്തിൽ നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്തിനുള്ള തെളിവാറിയോ? അക്കാലത്തെ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക സാമൂഹിക പുരോഗതിയുടെ രേഖയാണത്. അറബി മലയാളത്തിൽ അന്ന് ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചു എന്നുള്ളത് നമ്മുടെ മുസ്ലിങ്ങളുടെ വിജ്ഞാനത്തിലുള്ള അവരുടെ പുരോഗതിയുടെ രേഖയാണത്, ആ അറബി മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം. പിന്നെ മഖ്ദൂമുമാരുടെ നേതൃത്വത്തിൽ പൊന്നാനി മലബാറിലെ മക്ക എന്ന പേരിൽ അറിയപ്പെട്ടു. മഖ്ദൂമുമാരുടെ നേതൃത്വത്തിൽ പൊന്നാനി മക്ക എന്ന പേരിൽ എന്ത് ചെയ്തു? അറിയപ്പെട്ടു. ഇന്ത്യയുടെ അകത്ത് നിന്ന് അവിടെ പഠിക്കാനൊക്കെ ആളുകൾ വന്നു. പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മഖ്ദൂം കബീർ റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, ഉമർ ഖാദി തുടങ്ങിയവർ പ്രശസ്ത പണ്ഡിതന്മാരുടെ രചനകൾ ഇന്ത്യക്കകത്തും പുറത്തും കേട്ടു. ആരൊക്കെ? സൈനുദ്ദീൻ മഖ്ദൂം കബീർ, സൈനുദ്ദീൻ മഖ്ദൂം സഗീർ, പിന്നെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് പ്രശസ്ത പണ്ഡിതന്മാരുടെ, ഇതൊക്കെ തുടങ്ങിയ പ്രശസ്ത പണ്ഡിതന്മാരുടെ രചനകൾ ഇന്ത്യക്കകത്തും പുറത്തും എന്ത് ചെയ്തു? കേട്ടു. അവർ രചിച്ച ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഹിദായത്തുൽ അദ്കിയാ, ഫത്ഹുൽ മുഈൻ, നഫായിസുദ് ദർദ്, ഖസീദത്ത് സ്വല്ലല്ലാഹ് എന്നീ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ അവർ ഈ പറഞ്ഞ മഹാന്മാർ രചിച്ചതാണ്. നമ്മളിപ്പോൾ ഈ പേര് പറഞ്ഞ മഹാന്മാർ രചിച്ചതാണ്. ഇനി യൂറോപ്യൻ അധിനിവേശത്തോടെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിട്ടു. അപ്പോൾ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിടുന്നത് എപ്പോഴാണ്? യൂറോപ്യൻ അധിനിവേശത്തോടെയാണ് മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിടുന്നത്. ആരുടെ വരവോടു കൂടെയാണ്? യൂറോപ്യൻ അധിനിവേശത്തോടു കൂടെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിട്ടു. പിന്നെ അവർ കൊടിയ പീഡനങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വിദേശങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടു. പിന്നീട് ഇന്നത്തെ കാലത്ത് വന്ന ഓരോ സംഗതികളാണ്. പിന്നീട് ആരുടെ നേതൃത്വത്തിലാണ്? സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ. ഓക്കെ. പിന്നെ അന്ന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായി പങ്കുവഹിച്ചു. ഏതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത്. പിന്നെ വിലായത്തു കേരള ഹാദിയത്തുൻ ജമീല, കേരളം ശാന്തം സുന്ദരം. കേരളം ശാന്തം സുന്ദരം. ഇവിടെ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുസ്ലിങ്ങൾ മുന്നണി പോരാളികളായിരുന്നു. ഇക്കാരണത്താൽ അവർക്ക് വലിയ ആൾനാശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടായി. മുസ്ലിങ്ങൾക്ക് വലിയ ആൾനാശവും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ കാരണം എന്താ? സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ മുന്നണിയിലായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. ഇനി 20ാമത്തെ പാഠം അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഖാതൽതു ഫീക അത്തസ്തുഷിതു, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു, അങ്ങനെ ഞാൻ ഷഹീദായി. അതാര് പറഞ്ഞതാ? ആ യോദ്ധാവ് പറഞ്ഞതാണ്. ഒരു ഷഹീദിനെ കൊണ്ടുവരുന്നില്ല, അയാൾ പറഞ്ഞതാണ്. ഖാതൽതു ഫീക അത്തസ്തുഷിതു, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു, അങ്ങനെ ഞാൻ ഷഹീദായിരുന്നു. അപ്പോൾ അല്ലാഹ് പറയും, ഖാല കദബ്ത വലാകിന്നക ഖാതൽത ലിഅൻ യുഖാല ജരീഉൻ ഫഖദ് ഖീല, നീ യുദ്ധം ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾ നിന്നെക്കുറിച്ച് ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ജരീ എന്ന് പറഞ്ഞാൽ ധീരൻ. ഫഖദ് ഖീല, അത് പറയപ്പെട്ടിട്ടുണ്ട്. ഇനി വേറൊരു മനുഷ്യൻ അറിവ് പഠിച്ചു, അതുപോലെ തന്നെ തഅല്ലംതുൽ ഇൽമ, അറിവ് പഠിച്ചു, വഅല്ലംതു, അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു, അതുപോലെ തന്നെ ഖുർആൻ എന്ത് ചെയ്തു? ഓതുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മനുഷ്യൻ അവന് പറയും, ഖാല തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ ഇൽമ പഠിച്ചു, ഞാൻ ഇൽമിന് എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. ഖറഅതു ഫീക്കൽ ഖുർആന, നിനക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു എന്ന് അള്ളാഹിനോട് പറയും. അപ്പോൾ അള്ളാഹു തആല പറയുന്നു, കദബ്ത വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിമുൻ, നീ പണ്ഡിതനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ അറിവ് പഠിച്ചത്. ഖറഅതൽ ഖുർആന ലിയുഖാല ഹുവ ഖാരിഉൻ, നീ നല്ല ഓതുന്നവനാണ്, നീ നല്ല കാരിയാണ്, ഓത്തുകാരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ ഖുർആൻ പാരായണം ചെയ്തത്. ഫഖദ് ഖീല, അതും എന്ത് ചെയ്തിട്ടുണ്ട്? പറയപ്പെട്ടിട്ടുണ്ട്. പിന്നേതാ? ഒരു മനുഷ്യനാണ്, അല്ലാഹു തആല അവനക്ക് നല്ല വിശാലത നൽകിയിട്ടുണ്ട്, സമ്പത്തിൽ നിന്നുള്ള വ്യത്യസ്ത ഇനങ്ങൾ അവനക്ക് നൽകിയിട്ടുണ്ട്. അവനെ കൊണ്ടുവരും. അവൻ പറയും, ഖാല മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹാ ഇല്ലാ അൻഫഖതു ഫീഹാ ലക, നീ ഇഷ്ടപ്പെടുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെല്ലാം ആ വഴികളിലെല്ലാം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ടെന്ന് അവൻ പറയും. അപ്പോൾ അല്ലാഹു തആല പറയും, കദബ്ത വലാകിന്നക ഫഅൽത ലിയുഖാല ജവാദുൻ, നീ പിന്നെ പ്രവർത്തിച്ച് എന്തിനു വേണ്ടിയാ?
നീ നല്ല ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നീ ധർമ്മം ചെയ്തത്. അവനെയും നരകത്തിലേക്ക് എന്ത് ചെയ്യും? വലിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറിൽ അവിടെ നിന്ന് കാണുന്നത് ജവാദ് എന്ന വാക്കിന് അർത്ഥം എന്ത്? ജവാദ് പറഞ്ഞാൽ ധർമ്മിഷ്ഠൻ എന്നാണ്. നമ്മൾ ലാസ്റ്റത്തെ ആ സമ്പന്നൻ്റെ അവിടെ പറഞ്ഞു ജവാദുൻ, കേട്ടോ. ഒക്കെ അവിടെ പറയുന്നുണ്ട് ജവാദ് എന്നുള്ള വാക്ക്. അങ്ങനെയുള്ള അതിൽ വന്ന പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം നോട്ട് ചെയ്ത് കണ്ട് അത് പഠിക്കണം. തദ്രീബാത്തിൽ നോക്കുക, അവിടെ നിങ്ങൾക്ക് കാണാം വാക്കുകൾ. ഈ രൂപത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ട രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതോടെ നമ്മൾ 11ാമത്തെ പാഠം മുതലുള്ള റിവിഷനും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിലെല്ലാം ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. ഓരോരുത്തരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തൊക്കെ കാണുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അവരർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം, ഓരോരുത്തർക്കും ഉന്നത വിജയങ്ങൾ, ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്നവരുണ്ട്, നല്ല വിജയം കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട്, ഒന്ന് ജസ്റ്റ് പാസ്സായി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും അല്ലാഹു തആല എല്ലാവർക്കും അവരവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വിജയം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം, പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.